കയർ ബോർഡിലെ തൊഴിൽ പീഡനത്തിൽ MSME അന്വേഷണത്തിനെതിരെ ജോളി മധുവിന്റെ കുടുംബം. അന്വേഷണം നാടകമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കുറ്റാരോപിതരായ വ്യക്തികളെ സസ്പെൻഡ് ചെയ്യാതെ നടത്തുന്ന അന്വേഷണം സ്വതന്ത്രമാകില്ല. ചെയർമാന്റെയും മുൻ സെക്രട്ടറിയുടെയും റാങ്കിനേക്കാൾ താഴെയുള്ളവർ നടത്തുന്ന അന്വേഷണം പ്രഹസനമാണെന്നും ജോളിയുടെ സഹോദരൻ സിബി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതേസമയം MSME മന്ത്രാലയം നിയോഗിച്ച 3-അംഗ സമിതി ഇന്നും തെളിവെടുക്കും. നമുക്ക് ആദ്യം ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. കുടുംബം ഈ MSME കമ്മിറ്റി ഓഫ് എൻക്വയറിയെ സ്വാഗതം ചെയ്യുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഒന്ന്, ആരോപിതരായ വ്യക്തികളെ മാറ്റി നിർത്താതെ സസ്പെൻഡ് ചെയ്യാതെ ഏതൊരു അന്വേഷണവും ഇൻഡിപെൻഡൻ്റ് ആവില്ല. കാരണം രണ്ട്, ഈ MSME കമ്മിറ്റിയിൽ എൻക്വയറി കമ്മിറ്റിയിൽ മെമ്പറായിട്ട് വന്നിരിക്കുന്ന വ്യക്തികൾ അവരുടെ ഗ്രേഡ് ചെയർമാൻ്റെയോ അല്ലെങ്കിൽ ആരോപിതനായിട്ടുള്ള മുൻ സെക്രട്ടറിയുടെയോ ഒക്കെ റാങ്കിന് വളരെ വളരെ താഴെയുള്ളവരാണ്. അപ്പോൾ അങ്ങനെ അവരുടെ റാങ്കിന് വളരെ താഴെയുള്ള ആൾക്കാരെ ഒരു എൻക്വയറി നടത്തി കഴിഞ്ഞാൽ അതിന് ഏത് രീതിയിലുള്ള ഇൻഡിപെൻഡൻസ് ഉണ്ടാകുന്നത്? ചെയർമാൻ ഇപ്പോഴും ഇൻഫ്ലുവൻസിങ് പൊസിഷനല്ലേ? അപ്പോൾ ഈ എൻക്വയറി എന്നുള്ളൊരു നാടകത്തിന് വേണ്ടി ഇന്നത്തെ ദിവസം ഇവിടെ കുറച്ച് പേര് ഡൽഹിയിൽ നിന്ന് എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇനി കാരണം 3, ഈ എൻക്വയറി കമ്മിറ്റിയുടെ മുമ്പിലുള്ള ടേംസ് ഓഫ് റെഫറൻസ് എന്താണ്? ടേംസ് ഓഫ് റെഫറൻസ് പബ്ലിക് ആക്കാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് വിഷമം? ഇതിന് യാതൊരു ബുദ്ധിമുട്ടും കാണണ്ട. ഇതൊക്കെ ഒരു ട്രാൻസ്പെറൻറ്റ് രീതിയിൽ ചെയ്യേണ്ട ഒരു പ്രോസസ്സിനെ ഇങ്ങനെ ഒരു സീക്രട്ട് ഓപ്പറേഷനായിട്ട് മാറ്റുന്ന ഒരു അർജൻസി ഇവിടെ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇത് പബ്ലിക്കിനെ ഒന്ന് കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന ഒരു അറ്റംപ്റ്റ് ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തോട് ഈ വിവരം അറിയിക്കണ്ടേ? കുടുംബത്തിൻ്റെ ഫീഡ്ബാക്ക് എടുക്കണ്ടേ? കുടുംബത്തോട് ഇന്ററാക്ട് ചെയ്യണ്ടേ ഈ കമ്മിറ്റി മെമ്പേഴ്സ്? ഈ മൊമെന്റ് വരെ കുടുംബത്തിന് ഈ ഒരു MSME എൻക്വയറി കമ്മിറ്റിയുടെ കാര്യത്തെപ്പറ്റി ഒഫീഷ്യലായിട്ടുള്ള യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ കയർ ബോർഡിൽ നിന്നും കിട്ടിയിട്ടില്ല, MSME മിനിസ്ട്രിയിൽ നിന്നും കിട്ടിയിട്ടില്ല. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലേബി സജീന്ദ്രൻ, ജോളിയുടെ സഹോദരന്റെ വാക്കുകളിൽ നിന്നെല്ലാം വ്യക്തമാണ്. അവർ സംശയിക്കുന്നത് പോലെ ഇതൊരു നാടകമായി മാറുകയാണോ, ഒരു പ്രഹസനമായി മാറുകയാണോ? അന്വേഷണത്തിന് 3-അംഗ സമിതി വരുന്നു, ആ സമിതി വന്ന് അന്വേഷണം നടത്തുന്നു, ചില റിപ്പോർട്ടുകളൊക്കെ എഴുതി പോകുന്നു എന്നതിനും അപ്പുറത്തേക്ക് ഇതുവരെയും കുറ്റാരോപിതരെ സസ്പെൻഡ് ചെയ്യാതൊരു അന്വേഷണം നടത്തുക എന്നത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ ലേബി. ഇക്കാര്യത്തിൽ കയർ ബോർഡ് MSME ഈ കയർ ബോർഡ് ജീവനക്കാരെ, ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണോ എടുത്തിരിക്കുന്നത് ലേബി? ഡോക്ടർ അരുൺ, ഇപ്പോൾ ജോളി മധുവിന്റെ സഹോദരൻ സിബി ജോസഫ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ അന്വേഷണത്തെ സംശയം നിഴലിലാക്കുന്നുണ്ട്. കാരണം ഇവരുടെ കൺസേൺ കറക്റ്റാണ്. കാരണം ഈ ജോളി മധുവിന്റെ മരണം വിവാദമായതിനെ തുടർന്നാണ് MSME മന്ത്രാലയം ഇത്തരത്തിൽ 3-അംഗ സമിതിയെ അന്വേഷണത്തിനായി വയ്ക്കുന്നത്. ഈ 3-അംഗ സമിതിയിലുള്ളത് കാജൽ ജെയിൻ, അശോക് ശർമ്മ, അനിൽകുമാർ എന്നീ 3 പേരാണ്. ഇവർ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കൊച്ചിയിലെ കയർ ബോർഡ് ആസ്ഥാനത്ത് എത്തുന്നു. മീഡിയയ്ക്കൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. നടന്നു പോകുന്നതിന്റെ വിഷ്വൽ റോഡിൽ നിന്ന് എടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്തത്. ഈ ജോളിയുടെ കുടുംബം ഇപ്പോൾ പ്രധാനമായും പറയുന്ന ആരോപണം ഇതാണ്. ഇതിൽ ടേംസ് ഓഫ് റെഫറൻസ് ഇവർ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. ഡോക്ടർ അരുൺ, നമുക്കറിയാമല്ലോ, ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഒരു അന്വേഷണ സമിതി വയ്ക്കുമ്പോൾ ആദ്യം അതിലേറ്റവും പ്രധാനം അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് ആണ്. അന്വേഷണ പരിധി എന്തൊക്കെയാണ്, അന്വേഷണത്തിന്റെ പരിധിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്നുള്ളതാണ്. അത് ഇതുവരെയും MSME മന്ത്രാലയം പുറത്തേക്ക് വിട്ടിട്ടില്ല. ഈ 3 അന്വേഷണം പ്രഖ്യാപിക്കുന്നു, പുറമെ 3 പേർ വരുന്നു. അവിടെ ഈ കയർ ബോർഡ് ഓഫീസിനുള്ളിൽ ഇന്നലെ മാർക്കറ്റിംഗിലെയും അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെയും ഫയലുകൾ മാത്രമാണ് പരിശോധിച്ചിട്ടുള്ളത്. ഈ ബന്ധുക്കളെ കണ്ട് മൊഴിയെടുക്കുന്ന കാര്യമോ ബന്ധുക്കളുടെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ആരെയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ജോളി മധുവിന്റെ കുടുംബത്തിന്റെ ആശങ്ക കൂടുതൽ സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ്. എന്തിനാണ് ഇത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചത്? ഈ 3 ഉദ്യോഗസ്ഥർ, ഇവരുടെ റാങ്കിന് മുകളിലുള്ളവരാണ് ഈ കുറ്റാരോപിതരായ ചെയർമാനും സെക്രട്ടറിയും ഒക്കെ. അവരെ സസ്പെൻഡ് ചെയ്തിട്ട് മാത്രമുള്ള അന്വേഷണത്തെ വിശ്വസിക്കൂ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ജോളി മധുവിന്റെ കുടുംബം പങ്കുവയ്ക്കുന്നത്.